സനാതനധർമ്മത്തെ, ഹിന്ദു മതത്തെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നതായി കാണുന്നു. ഓരോ ദിവസം പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഇങ്ങനെ മുൻപോട്ട് വരികയാണ്. എന്തോ ഹിന്ദു മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർ പ്രശസ്തരാകും എന്നാണോ അവരുടെ ഭാവം, അറിയില്ല. അങ്ങനെ വിമർശിക്കുന്നവർ ആരാണോ അറിയില്ല, പല പേരിലൊക്കെ പറയുന്നു, വേടനെന്നോ പല പേരിലൊക്കെ ആളുകൾ പറയുന്നു, എനിക്കറിയില്ല. പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിക്കണം. വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളതിന് അർഹരാണോ എന്ന്. ഒരു വസ്തുവിനെ വിശദമായി പഠിച്ച് അതിനെ വിചിന്തനം ചെയ്ത് മനനം ചെയ്ത് സ്വാനുഭവമാക്കി വേർതിരിച്ച് ഉരുത്തിരിച്ച് എടുക്കാതെ ആ ഒരു വസ്തുവിനെ പറ്റി എങ്ങനെ നമുക്ക് വിചാരം ചെയ്യാൻ സാധിക്കും, വിമർശനം ചെയ്യാൻ സാധിക്കും? നിങ്ങൾ അറിയാത്ത, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലൂടെ പഠിക്കാത്ത, അറിയാത്ത ഒരു വിഷയത്തെ എങ്ങനെ വിമർശിക്കാൻ സാധിക്കും? അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ അത് ആധികാരികമാണോ, അത് പ്രാമാണികമാണോ, അത് ശരിയാണോ? സർവോപരി അതാണ് ചോദ്യം. വേടനോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഇപ്പൊ ഹിന്ദു മതത്തെ ഇങ്ങനെ വിമർശിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ മതത്തെ പഠിച്ചത്? പഠിച്ചപ്പോൾ എന്തെന്ത് പോരായ്മകളാണ് നിങ്ങൾക്ക് തോന്നിയത്? ഇതൊക്കെ പോരായ്മകളാണെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് പോരായ്മയായി തോന്നിയത്? അറിയാത്തതിനെ കുറിച്ച് അറിഞ്ഞവനെ പോലെ സംസാരിക്കരുത്. അറിയില്ലെങ്കിൽ അറിയില്ലാത്ത പോലെ തന്നെ നിൽക്കണം. ഏത് വിഷയമായാലും അത് പഠിച്ച് ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് അത് വിജ്ഞാനമാക്കി മാറ്റണം. അറിവിനെ അനുഭവമാക്കി മാറ്റിയതിനു ശേഷമേ സംസാരിക്കാവൂ. പ്രത്യേകിച്ച് അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്ന സമയത്ത്. അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പ്രമുഖരാണെങ്കിൽ, പ്രശസ്തനാണെങ്കിൽ, നിങ്ങളുടെ വാക്കുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, നിങ്ങൾ പ്രീച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടീച്ച് ചെയ്യുന്ന ആശയങ്ങൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ സംസാരിക്കുവാനായിട്ട്. അതാര് തന്നെയായാലും. പ്രത്യേകിച്ച് പുകഴ്ത്തുകയാണെങ്കിൽ പ്രശ്നമില്ല, ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറിച്ച് ഇകഴ്ത്തുന്ന സമയത്ത്, വിമർശിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം വിമർശിക്കുവാനായിട്ട്. അത് ഏത് വിഷയത്തെയാണെങ്കിലും ശരി, രാഷ്ട്രീയത്തെയാണെങ്കിലും മതപരമായ കാര്യങ്ങളാണെങ്കിലും ഏത് വിഷയത്തെയാണെങ്കിലും ശരി, വിമർശിക്കുന്നതിന് മുമ്പ് വ്യക്തമായി പഠിച്ചിട്ട് ബോധ്യമുള്ള കാര്യങ്ങളായിരിക്കണം വിമർശിക്കേണ്ടത്. വിമർശന വാക്കുകളായിട്ട്, ഡിബേറ്റ്സിനായിട്ട് വരേണ്ടതായിട്ടുള്ളത്. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റുകാരനാണ്. ഒരു ലഡ്ഡുവിനെ എനിക്ക് 10 പേജുള്ള പുസ്തകങ്ങളാക്കി പറയാൻ സാധിക്കും. എങ്ങനെ? അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഏതേത് വസ്തുക്കളൊക്കെയാണ് അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത്, അത് മധുരമുള്ളതാണ്, ഏതൊക്കെ പൊടികളാണ് ഞാൻ ഉപയോഗിച്ചത്, മുന്തിരി തുടങ്ങിയ എന്തൊക്കെ വസ്തുക്കളാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്, അത് ഉരുണ്ട ഷേപ്പിലുള്ളതാണ്, അതിൻ്റെ രൂപം അങ്ങനെയാണ്, മഞ്ഞ കളറാണ്, അതിൻ്റെ വർണ്ണം ഇന്നതാണ്, അതിൻ്റെ രൂപം ഇന്നതാണ്, അതിൻ്റെ രുചി ഇന്നതാണ് എന്നിങ്ങനെ എനിക്ക് അതിനെ വർണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ നിർമ്മിച്ചു, അതിൻ്റെ പ്രൊസീജിയർ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ 10 പേജുള്ള തിയറി ഉണ്ടാക്കാം. അതിനെപ്പറ്റി ഫിലോസഫി, അതിൻ്റെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത് എങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ വസ്തുക്കൾ, ഏതേത് വസ്തുക്കൾ ഇന്ന അനുപാതത്തിൽ ചേർത്ത് ഇന്ന ഒരു രൂപഘടനയോടുകൂടെ അത് സൃഷ്ടിച്ചു എന്നത് ഞാൻ തിയററ്റിക്കലി മനസ്സിലാക്കണം. ആദ്യം പഠിക്കണം. എന്നാൽ പൂർണ്ണമായോ? ഇല്ല. അതിനുശേഷം അതിനെ രുചിച്ച് നോക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര അളവിലൊക്കെ മധുരം ചേർത്താൽ സയൻസ് പ്രകാരം, ശാസ്ത്രീയ പ്രകാരം അത് മധുരമായിരിക്കും. എന്നാൽ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ളത് ഞാൻ രുചിച്ചു നോക്കണം. അപ്പം എൻ്റെ നാവ് പറയും, എൻ്റെ അനുഭവം പറയും, ശരിയാണ് പറഞ്ഞത്. ഈ പ്രകാരം പറഞ്ഞ മഞ്ഞ കളറുള്ള ഉരുണ്ട ഷേപ്പുള്ള ഈ ലഡ്ഡു മധുരമാണ്, ഇതിൻ്റെ രുചി മധുരമാണ്. ഇങ്ങനെ അറിവ് ഏത് പ്രൊസീജിയറിലൂടെ കടന്നു വന്നോ, അത് ഉണ്ടാക്കിയ അതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണോ
അത് തിയററ്റിക്കലായി പഠിക്കുന്നതോടൊപ്പം തന്നെ അത് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ജ്ഞാനവും വിജ്ഞാനവും അറിവും അനുഭവവുമായി ഈ രീതിയിൽ അറിഞ്ഞതിന് ശേഷമേ എനിക്ക് ലഡ്ഡുവിനെ പറ്റി പുകഴ്ത്താനോ അല്ലെങ്കിൽ ഇകഴ്ത്താനോ അവകാശമുള്ളൂ. എനിക്കൊരു ഇന്റർപ്രിട്ടേഷൻ, ഒരു കമന്റ് ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ലഡ്ഡു മോശമായ ഒരു വസ്തുവാണെന്ന് ഞാൻ സമൂഹത്തിന്റെ മുൻപിൽ അത് വിളിച്ചു പറയുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജിലൂടെ പോയിരിക്കണം. എങ്കിലേ എനിക്ക് ലഡ്ഡുവിനെ വിമർശിക്കാനോ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഒക്കെ അവകാശമുള്ളൂ. ഇല്ലെങ്കിൽ വെറും ജൽപ്പനം മാത്രമാണ്, ഒരു വിഡ്ഢിയുടെ ജൽപ്പനം. അങ്ങനെയാണോ നിങ്ങൾ ഹിന്ദുമതത്തെ വിമർശിക്കുന്നത്? എങ്കിൽ അത് ശരിയല്ല എന്ന് മുഖത്തടിച്ച പോലെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെയാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ഏത് വിഷയത്തെ ആയിക്കോട്ടെ, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാമിന്റെ മതഗ്രന്ഥത്തെ പഠിച്ച് അത് ആചരിച്ച് അനുഭവിച്ച ആളായിരിക്കണം. എന്നിട്ട് പോരായ്മ തോന്നുകയാണെങ്കിൽ എനിക്ക് വിമർശിക്കാൻ അവകാശമുള്ളൂ. അല്ലാതെ കേട്ടറിവ് വെച്ച് ഞാൻ എങ്ങനെ വിമർശിക്കും? ബൈബിൾ പഠിച്ച് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുമതം ഉൾക്കൊണ്ട് ആചരിച്ചാലേ അതിൽ പോരായ്മകളുണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ. എന്നിട്ടേ വിമർശിക്കാൻ സാധിക്കും. അല്ലാതെ എനിക്കെങ്ങനെ സാധിക്കും? അതുപോലെയാണ് ഹിന്ദുമതവും. അവിടെയും പ്രശ്നമുണ്ട്. സനാതനധർമ്മം അനന്തമാണ്, ആദ്യന്തമില്ലാത്ത അത്രയും വിശാലവും ബൃഹത്വമാണ്. അനേകായിരം വരുന്ന ഗ്രന്ഥ സമുച്ചയങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അത്ര എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് പഠിച്ചാലും ആചരിക്കാനും ആചരിച്ച് മനസ്സിലാക്കാനും അനുഭവമാക്കാനും അതിലും പ്രയാസമാണ്. അത്രയധികം ദർശനങ്ങൾ, ദാർശനിക കൃതികൾ, ദാർശനിക ആചാര്യന്മാർ, ഇവരുടെയൊക്കെ കൃതികളും കാര്യങ്ങളെല്ലാം പഠിച്ച് അത് മനനം ചെയ്ത് നിധിന്യാസം ചെയ്ത് അനുഭവമാക്കി ജ്ഞാനത്തെ വിജ്ഞാനമാക്കാൻ എത്ര പ്രയാസമാണെന്നറിയോ? അങ്ങനെ ഈസി ആയിട്ട് വിമർശിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഹിന്ദുമതം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ലഡ്ഡു ഉണ്ടാക്കുന്ന ഒരു അച്ഛന്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് എനിക്ക് ലഡ്ഡുവിനെ വിമർശിക്കാൻ സാധിക്കും. ലഡ്ഡു ഉണ്ടാക്കുന്ന ഒരു അച്ഛന്റെ മകനായി ആ വീട്ടിൽ ഞാൻ ജനിച്ചു. പക്ഷെ എനിക്ക് അത് ഉണ്ടാക്കേണ്ട പ്രൊസീജിയർ ഒന്നും അറിയില്ല. ഞാൻ ഇതുവരെ അത് രുചിച്ചിട്ടുമില്ല. കേവലം ഹിന്ദുവായി പിറന്നു. എൻ്റെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ പൂർവികർ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ഹിന്ദുവായി, അതുകൊണ്ട് എനിക്ക് ഹിന്ദു മതത്തെ വിമർശിക്കാൻ സാധിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇനിയെങ്കിലും ഹിന്ദുക്കളെ വിമർശിച്ച് നേടുന്ന ഈ പ്രശസ്തി, അത് അറിവില്ലാത്ത കുറെ ഹിന്ദുക്കളുടെ ഇടയിൽ നിങ്ങൾക്ക് കൈയ്യടി നേടാൻ സാധിക്കൂ. അറിഞ്ഞവർ നിങ്ങളെ വെറും പുച്ഛത്തോടെയാണ് നിങ്ങളെപ്പോലെയുള്ള ഇന്നലെ പൊട്ടിമുളച്ച ആളുകളെയെല്ലാം കാണുക.